നാട്ടുകാർ പറയാൻ പോലെ ഒന്നും അല്ല, കിടില കാണാൻ കൊള്ളാം. ലാസ്റ്റ് കയറുമ്പോൾ ഇതിന്റെ നഷ്ടമേ ഉണ്ടാവും. ഓവർ ഡിസപ്പോയിൻമെന്റ് ആണ്. ഞാൻ കഴിയാറാകുമ്പോൾ ഇറങ്ങി വന്നു. ലാസ്റ്റ് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഇറങ്ങി വന്നു, പുറത്തിറങ്ങി. ഞാൻ ആദ്യം വിചാരിച്ചു ചോദിക്കണേ നല്ല കാര്യമല്ലേ പറയാന്ന്, പക്ഷെ അതിനുള്ള ഇല്ല ഏട്ടാ. നമ്മൾ ഒരുപാട് അഭിപ്രായം പറയാനുള്ള ആൾക്കാരുമല്ല. ഓക്കെ, സൂപ്പർ, കൊള്ളാം. നല്ലതാണ്, പൊളി പൊളി, രക്ഷയില്ല. നാട്ടുകാർ പറയാൻ പോലെ ഒന്നും അല്ല, കിടില കാണാൻ കൊള്ളാം. എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. നെഗറ്റീവ് വിജയ് ഒരുപാട് ബോറാക്കി കളഞ്ഞു. കുഴപ്പമില്ല, നോ പ്രോബ്ലം. കൊള്ളായിരുന്നു, നല്ല സിനിമ. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. നെഗറ്റീവ് അത് ചിലവർക്ക് തോന്നണായിരിക്കും. കൊള്ളായിരുന്നു, വലിയ ബോറടിയൊന്നുമില്ല. ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. കൊള്ളാം, നല്ല പടം. നെഗറ്റീവ് പറയുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അത് കാണുമ്പോൾ ചിരിക്കാൻ തോന്നും, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. ആവറേജ് പടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ വലിയ പഴയ വിജയുടെ പടം പോലെയൊന്നും അല്ല. പടം വലിയ ഇതില്ല, ആവറേജ് പടം. ആവറേജ് പടമാണ്, പഴയതുപോലെ മാസ്റ്റർ പോലെ ഒന്നും വന്നിട്ടില്ല. ആവറേജ് ഇട്ടുണ്ട്, ഓടാൻ ചാൻസ് കുറവാണ്, ആവറേജാണ്. കുഴപ്പമെന്ന് വെച്ചാൽ ഓവർ എഡിറ്റിങ്. വിജയുടെ ആ ഒരു മാസ് സീനൊന്നും വന്നിട്ടില്ല. അത് ഇല്ല, പടം ബോറാണ്. എഡിറ്റിങ്ങിൽ ഓവർ ഇത് സീൻസ് എന്ന് വെച്ചാൽ ഓവർ. ആ വിജയ് മൂവി പ്രതീക്ഷ പോലെ വന്നിട്ടില്ല, ആവറേജ് പടം, അതേ പറയാൻ പറ്റുള്ളൂ. വലിയ പ്രതീക്ഷയോടെ വന്നത്, പക്ഷേ അത്രയും വന്നിട്ടില്ല. അത് ട്വിസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് കൊള്ളൂല. നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് വന്ന് ഞാൻ കുറച്ച് തീരെ കൊള്ളൂലെന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, കണ്ടപ്പോൾ കുഴപ്പമില്ല, രസമുണ്ട് പടം. കുഴപ്പമില്ല, ഒരു വൺ ടൈം കാണാൻ, വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഞാൻ കണ്ടത് ഇപ്പോൾ ഗോട്ടാണ് കണ്ടത്. വായിക്ക് കൊള്ളൂല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടം. ഒന്ന് ചുമ്മാ അടി വെച്ച് അടി കൊണ്ടുകൊണ്ടിരിക്കണം. ഒരു കഥയില്ല, ഒരു ഇതുമില്ല. ഇങ്ങനെയൊക്കെ തിരിച്ച് മരിച്ചെടുത്ത് ഒപ്പിച്ച് വെച്ചിരിക്കാൻ അത്രേ ഉള്ളൂ. പോകുന്ന ഒരു ചുക്കുമില്ല, ഒരു ചുക്കുമില്ലെന്ന് നഷ്ടപ്പെടുത്തുന്നുള്ള. പിന്നെ രാഷ്ട്രീയത്തിലുള്ള പടം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ കയറുമ്പോൾ ഇതിന്റെ നഷ്ടമേ ഉണ്ടാവും. ഓവർ ഡിസപ്പോയിൻമെന്റ് ആണ്. കുഴപ്പമില്ല, വാച്ചബിളാണ്. നെഗറ്റീവ് സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് സീനാണ്, ബാക്കി കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ആവറേജ് ആയിട്ട് തോന്നുന്നു. നെഗറ്റീവ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വൈസ് ഇപ്പോൾ അങ്ങനെ വീക്കായിരുന്നു. വിജയ് കുഴപ്പമില്ല, വിജയുടെ ജസ്റ്റ് ഒരു ആവറേജോ. അടിപൊളിയായിരുന്നു, നല്ല അഭിപ്രായമാണ്, നല്ല കഥയാണ്. ഇല്ല ഇപ്പോൾ കാണാൻ നല്ല ഇതുണ്ട്, നല്ല സ്ട്രോങ്, പിന്നെ നല്ല ആക്ഷനും, പിന്നെ ഇതിൻ്റെ തീവ്രവാദികളുടെ ഇതേ കുറിച്ചുള്ള കഥ കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. കണ്ണ് മാറ്റാൻ പറ്റാത്തവരെ ഇല്ല ഏട്ടാ, കൊള്ളൂല, ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫസ്റ്റൊക്കെ കൊള്ളായിരുന്നു, അവസാനമായപ്പോൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് തുലച്ചളഞ്ഞു. ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ച് കൊള്ളായിരുന്നു സ്റ്റാർട്ടിങ്, പിന്നെ പോയി ഫ്ലോപ്പായി. ഞാൻ കഴിയാറാകുമ്പോൾ ഇറങ്ങി വന്നു. ലാസ്റ്റ് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഇറങ്ങി വന്നു, പുറത്തിറങ്ങി വന്നു. പോരാ, അത്രയും പോരാ, ഇല്ലാതാക്കി വന്നു. സ്റ്റാർട്ടിങ് ഒക്കെ കൊള്ളാം, നല്ല ഫണ്ണി ആയിട്ട് കോമഡി ആയിട്ടൊക്കെ പോകണം. പിന്നെ എൻ്റെ കഴിഞ്ഞ് പകുതി ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തീർന്നു. ആദ്യം കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ളു, പക്ഷെ BGM ഒക്കെ കൊള്ളാം, പക്ക ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഫാൻസിന് വേണ്ടി എന്ന് പറയാൻ എന്ത് പറയാട്ടോ, ഞാൻ വിജയ് ഫാനാണ്, എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് തന്നെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ചോദിക്കണേ നല്ല കാര്യമല്ലേ പറയാമെന്ന്, പക്ഷെ അതിനുള്ള ഇല്ല ഏട്ടാ. ടെക്നിക്കലി ചെറിയ പ്രശ്നങ്ങൾ കാണും, എന്നാലും മോശം. സ്റ്റോറി വൈസ് കൊള്ളായിരുന്നു. എന്തോ എനിക്ക് ടെക്നിക്കലി സ്റ്റോറി വൈസ് കൊള്ളായിരുന്നു. ടെക്നിക്കലി നമുക്ക് ഒരുപാട് മോശം പറയാൻ പറ്റത്തില്ല, എന്നാലും പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് അഭിപ്രായം പറയാനുള്ള ആൾക്കാരുമല്ല. നമ്മൾ പോവുക, ഒരു 2.5 മണിക്കൂർ ഇരിക്കുക, അടുത്തെന്താവുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അത് തന്നെയാണ് ഒരു സിനിമ കാണാനുള്ള മെയിനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. ടെക്നിക്കലി വൈസ് കുറച്ച് പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫസ്റ്റ് സ്പോയിലർ ആവുമോ, ഫസ്റ്റ് ആ ഒരു മാസ്കിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വിജയും നമ്മുടെ മറ്റേ പുള്ളിയും മാറി മാറി നമുക്ക് ഫേസ് കട്ട് എടുത്ത് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചത് ബേബി ഷഫിളായി പോയിട്ടുണ്ടോ എന്ന് ഞാൻ ആ രീതിക്ക് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സ്നേഹയുടെ ഡെലിവറി അവിടെ വെച്ച് നടക്കുന്നുണ്ട്, അവിടെ വെച്ച് ആ ബേബി മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പകരം മറ്റൊരു കുട്ടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കഥകളിൽ സംഭവം ജനറ്റിക്കലി ഉള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് വലിയ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഇതൊരു വിജയ് സിനിമ, അങ്ങനെ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ.